വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം നേരം വെളുത്തു വന്നു, പക്ഷേ ഭയങ്കര മൂടലായിട്ട് കിടക്കുവാണ്. മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പെയ്യുന്നതിന് മുമ്പ് പറമ്പിലിറങ്ങി ഒരു കൂട്ടം പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കൊടിത്തലകളൊക്കെ നീണ്ടു നിൽക്കുന്ന എൻ്റെ പറമ്പിൽ കൂടെ കൽപ്പടവുകൾ കയറി ഞാൻ പോകുന്നത് ഒരാളെ കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പറമ്പിലെല്ലാം കാടായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തെളിക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ദൂരെ പറമ്പിൻ്റെ കോണിൽ ഒരാൾ നമ്മളെ നോക്കി നിൽക്കുക. അപ്പം അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക ഗൈസ്. ആ ഒരു ഓർഗാനിക് കൂട്ടുകാരനെ പിടിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോഴും വഴിക്ക് വെച്ച് ഒരാൾ എന്നെ തോണ്ടി വിളിക്കുന്നത്. ഇത് നമ്മൾ സ്കൂളിലെ സ്ലേറ്റ് തൂക്കുന്ന പച്ചയാണ് കേട്ടോ. പിന്നെ അപ്പൂപ്പൻ താടിയും കൂടെയാണ്. രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൂപ്പൻ താടി ഈ ഒരു പൂ വിരിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ കാറ്റിലൂടെ പറന്ന് നടക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ തണ്ടങ്ങ് വലിയ ആന പോലെ ആവും. അതിൻ്റെ ആ തണ്ടിൻ്റെ വെള്ളമാണ് സ്ലേറ്റ് മായ്ക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ചെടി ഭയങ്കര പേടിയാണ്. ഇതിൽ സീബ്രയുടെ ഷേപ്പുള്ള ഒരു പുഴുവുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുരിങ്ങ തളിർത്ത് വന്നിട്ടുണ്ട്. മഴയത്ത് ഒടിഞ്ഞു പോയതായിരുന്നു കേട്ടോ. ഞാൻ മുരിങ്ങയില അധികം കൂട്ടാറില്ല, എനിക്കിഷ്ടമല്ല, ഭയങ്കര ഹെൽത്തി ആണെങ്കിൽ പോലും. അപ്പം ഞാൻ പറിക്കാൻ വന്നത് ഈ റെഡ് ലേഡിയാണ് കേട്ടോ. ഈ കപ്പളങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങ എന്നാണ് പറയുന്നത്. പപ്പായ, കപ്പങ്ങ, അങ്ങനെ പല പല പേരുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം നോക്കുമ്പോൾ അച്ഛൻ എന്നോട് പറയാതെ ഒരു ചേമ്പ് അങ്ങ് പറിച്ചു. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരാൾ, എന്നിട്ട് എന്നോട് പറയാതെ ആ ചേമ്പ് പറിച്ചു. 2-3 കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. കറിക്കകത്ത് സാമ്പാറിനകത്തൊക്കെ ഇടാൻ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും ഇങ്ങനെ ചേമ്പിൻ്റെ ഒരു 2-3 കിഴങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ റെഡ് ലേഡി പറിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. എന്നാൽ അച്ഛൻ അവിടെ ചേമ്പ് എടുത്തുകൊണ്ട് നിൽക്കുക, അന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ റെഡ് ലേഡി പറിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ പാടെയാണ്. എൻ്റെ ഈ കോലം കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ പനിയായിട്ടിരിക്കും, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെയൊക്കെ, ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ ചെറുതായിട്ട് അവിടെ നിന്നുകൊണ്ട് അത് പിടിച്ച് കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. ഈ റെഡ് ലേഡി പപ്പായ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. പപ്പായ തന്നെ ഹെൽത്തിയാണ്. പിന്നെ ഈ ചെടി അധികം ഹൈറ്റ് വെക്കാറില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഈസി ആയിട്ട് നിന്ന് പറിച്ചെടുക്കാം. ഒരു ചെടി ഉണ്ടായിരുന്ന കാറ്റത്ത് ഒടിഞ്ഞു പോയതാണേ. അങ്ങനെ ഞങ്ങൾക്ക് നല്ല നീളം തണ്ടുള്ള ഒരു റെഡ് ലേഡി കിട്ടി. എപ്പോഴും കിട്ടുന്നതാണ്. സാധാരണ കിളികൾ കൊണ്ടുപോകാറാണ് പതിവ് കേട്ടോ. ഇപ്പം ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ കിളിക്ക് കൊടുക്കത്തില്ല. അവന്മാർ വന്ന് എല്ലാവരും കൂടെ കൂട്ടിയിരുന്ന് കുത്തിപ്പറിച്ച് തിന്നു. എനിക്കൊന്നും തരാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത് മുഴുവൻ ഞാൻ കഴിക്കും ഗൈസ്. പിന്നെ ഇതൊക്കെ അടിപൊളിയാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള സാധനമാണ്. വെറുതെ എന്തിനാണ് കളയുന്നത്? അങ്ങനെ ഞാൻ ഒരുങ്ങാനും ഒന്നും നിന്നില്ല. എൻ്റെ കോലത്തിൽ നേരെ ഇങ്ങ് പോകുന്നൊരു വീഡിയോ അങ്ങ് എടുത്തു നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് കുട്ടിത്തക്കാളി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴുതന വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് കേട്ടോ ഇത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടോ. കുട്ടിത്തക്കാളി ഇതിൻ്റെ ഇല തോരൻ വെക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്നാ പറഞ്ഞു വന്നേ, ഈ റെഡ് ലേഡിയും പിന്നെ 1-2 വേലിച്ചീരയുടെ ഒരു പീസും ഒക്കെ ആയിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയിട്ട്, പോരാളി അവിടെ നിൽപ്പുണ്ട്, ഇത് വെട്ടിത്തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പോരാളി വീട്ടിലില്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇത് വെട്ടി കഴിക്കുന്നത്. അങ്ങനെ അമ്മ അതിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് ഞാൻ നന്നായിട്ടൊന്ന് സെറ്റാക്കി തന്നു. പിന്നെ ഒരു പ്രത്യേകത, ഇതിനകത്ത് കുരുവില്ല, അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ്. വേണമെങ്കിൽ ഒരു കുരു കാണുമായിരിക്കും. ഒരെണ്ണം ഉണ്ട്. അങ്ങനെ ഒരു കുരുവുണ്ട്. നമ്മുടെ നാടനാണെങ്കിൽ ഇഷ്ടം പോലെ കുരു കാണും, കറുത്ത്. അതിന് കമ്പൊക്കെ ഒടിഞ്ഞ് പീസ് പോയതാണ് കേട്ടോ. അങ്ങനെ സൈഡിൽ കിട അത്രയും കറയൊന്നുമില്ല കേട്ടോ, നാടൻ വെറൈറ്റിയുടെ അത്രയും. പിന്നെ കുരുവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് കഴിക്കാം. ചെറുതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ ആ ഒരു കറ ചുണ്ടലൊക്കെ പറ്റിയാൽ നമുക്ക് നീറും. അങ്ങനെ തൊലിയൊക്കെ വേഗം ചെത്തിയെടുക്കാൻ അങ്ങ് പറഞ്ഞു. കിളികൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യം തോന്നിയില്ല. വീട്ടിലിതൊന്നും ആരും കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഇങ്ങനെ പപ്പായൊക്കെ ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് പപ്പായ ഒന്നും കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങാറൊന്നുമില്ല. എറണാകുളത്ത് ഇങ്ങനെ ഹോസ്റ്റലിൽ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് പപ്പായൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. 40, 50, 60 ആ ഒരു വിലയൊക്കെ ആട്ടോ. അപ്പോൾ അതേ അടിപൊളി പപ്പായ, സൂപ്പർ സാധനം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ സീക്രട്സ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ബൈ.